എന്തിന് എല്ലാ സാധനത്തിൻ്റെ വില കുറഞ്ഞ് കിട്ടണം, അത് തന്നെ മെയിനായിട്ട് വേണ്ടത്. സാധാരണക്കാർക്ക് ജീവിക്കാൻ പറ്റുന്ന രീതിയിൽ ഒരു അന്തരീക്ഷം ഉണ്ടാക്കിയെടുക്കുക. അവശ്യ സാധനങ്ങൾക്കൊക്കെ വില ഇത്തിരി കുറയണം. ഗ്യാസൊക്കെ കൂടി വരരുത്, കുറയണം. എന്ത് പ്രതീക്ഷ? ഒരു പ്രതീക്ഷയില്ല. എന്തായാലും ഈ പ്രാവശ്യത്തെ ബഡ്ജറ്റ് വളരെ ഗംഭീരമാവും. ഓക്കെ, അത്രയധികം സ്റ്റഡി ചെയ്തിട്ടാണ് പുള്ളി മുന്നോട്ട് നീങ്ങുന്നത്, മനസ്സിലായില്ലേ? അതുകൊണ്ട് വളരെ ഭംഗിയായിട്ട് ഉണ്ടാവും എന്നുള്ള പ്രതീക്ഷയിലാണ്. വിജയ് TVKയുടെ വിജയ് ചെയ്ത പോലെ ഒരു കാര്യം, ജയിൽ പുള്ളികൾക്ക് വലിയ രീതിയിലുള്ള ഭക്ഷണവും കാര്യങ്ങളൊക്കെ കൊടുക്കുന്ന ഒഴിവാക്കിയിട്ട് അത് സ്കൂൾ കുട്ടികൾക്ക് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ വളരെ നല്ലൊരു കാര്യമായിരിക്കും. VD സതീശനിൽ പ്രതീക്ഷയുണ്ട്. സ്റ്റാറ്റ് വെച്ച് പഠിച്ച് കാര്യങ്ങൾ അവതരിപ്പിക്കുന്ന ഒരാളാണ്. നല്ലൊരു പ്രതീക്ഷയോട് കൂടിയിട്ട് തന്നെയാണ് ഈ ബഡ്ജറ്റിനെ കാണുന്നത്. പിന്നെ ലോട്ടറി 40 രൂപ ആക്കുകയാണെന്നുണ്ടെങ്കിൽ, കുറച്ച് എണ്ണം കൂട്ടുകയാണെന്നുണ്ടെങ്കിലും കുഴപ്പമില്ല. എടുത്തെന്നുണ്ട മാത്രം പറയുന്നൊരു മുഖ്യമന്ത്രി, വിഡ്ഢിത്തരം പറയുന്ന കുറേ കോൺഗ്രസ് നേതാക്കർ. അല്ല, ഞാനൊരു രാഷ്ട്രീയക്കാരനാണ്, ഞാനൊരു മാർക്സിസ്റ്റ് പാർട്ടി പ്രവർത്തകനാണ്, ബ്രാഞ്ച് സെക്രട്ടറിയാണ്. പ്രതീക്ഷയില്ല. പ്രതീക്ഷ എന്ന് പറഞ്ഞാൽ നമ്മൾ വീട്ടുജോലി ചെയ്ത് ജീവിക്കുന്ന ആൾക്കാരാണ്. എന്തെങ്കിലും കിട്ടുക അത്രയും നല്ലതെന്നുള്ള പ്രതീക്ഷയിലാണ് ഓരോ ദിവസവും മുന്നോട്ട് പോകുന്നത്. നമുക്ക് എല്ലാം പ്രതീക്ഷ വേണമല്ലോ. നന്നായിട്ട് പോകുമെന്നുള്ള പ്രതീക്ഷയുണ്ട്. VDS ഇല്ലേ, അപ്പോൾ ഒരുപാട് നല്ല നല്ല കാര്യങ്ങളൊക്കെ ഉണ്ടാവും തോന്നുന്നു ബഡ്ജറ്റിൽ. തൊഴിലില്ലായ്മയാണല്ലോ ഇപ്പോൾ എല്ലായിടത്തും പ്രശ്നം, അപ്പം അതും കുറച്ച് മെച്ചപ്പെടുത്തിയാൽ നല്ലതായിരിക്കും. ഇഷ്ടംപോലെ പണിയുണ്ട് ഇവിടെ, നോക്കിയാൽ മതി കിട്ടും. തൊഴിൽ അന്വേഷിച്ചാൽ കിട്ടാത്തതായിട്ടൊന്നും ഇല്ലല്ലോ. ചെയ്താൽ കൊള്ളാം, അത്രേ ഉള്ളൂ. അല്ലെങ്കിൽ 5 കൊല്ലം കഴിയുമ്പോൾ മറ്റേ സർക്കാരിന് പറ്റിയതെന്ന് പറ്റും.